നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? 1000 രൂപ വീതം ബാങ്കിൽ ഇട്ടതിനേക്കാൾ വലിയ നിക്ഷേപമാണ് ഓരോ വീട്ടിലും പ്രാർത്ഥിക്കുമ്പോ ഓരോ കുടുംബത്തിനും ഒരു പ്രാർത്ഥനയുടെ അക്കൗണ്ട് ഉണ്ട്, പ്രയർ അക്കൗണ്ട്, പ്രാർത്ഥനയുടെ അക്കൗണ്ട്. ഇന്ന് ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രയർ ബാങ്കിൽ അരമണിക്കൂറിന്റെ പ്രാർത്ഥനയുടെ നിക്ഷേപം വീണ് കിടപ്പുണ്ട്. നാളെ ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ 1 മണിക്കൂറിന്റെ നിക്ഷേപം എന്റെ ബാങ്കിൽ കിടപ്പുണ്ട്. ഇതൊന്നും പോകുന്നില്ല. എപ്പോഴാണ് ഈ ജീവിതയാത്രയിൽ അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ വെപ്രാളപ്പെട്ട് കൈനീട്ടി ഇങ്ങനെ പ്രാർത്ഥന ചോദിച്ചോടി നടക്കുന്നതിന് പകരം പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിന് ആ സമയത്ത് അവർ പ്രാർത്ഥിച്ച നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കൃപ അവരിലേക്ക് അപ്പോൾ തന്നെ വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരും. ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ നാളെ നീ